നമസ്കാരം. ഞാനൊരു എഴുത്തുകാരിയായിരുന്നു. ഇപ്പോഴും എഴുതാറുണ്ട്. ചിത്രകാരിയായിരുന്നു. ഇപ്പോഴും ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്. അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു. അതൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട്. എനിക്ക് നല്ല ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന ആളാണ്. ഒരു വ്യക്തി എന്നതിനേക്കാൾ ഉപരി ഒരു ജീവനുള്ള ഒന്നാണ് ഞാൻ. അപ്പോൾ പലർക്കും ഞാൻ ദാനധർമ്മം എന്ന പേരിലോ സേവനം എന്ന പേരിലോ ഒക്കെ പണം കൊടുക്കാറുണ്ട്. ശരിക്കും ആ പണം എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ആ പണം വാങ്ങിക്കുന്ന ആളെങ്കിലും എന്നോടൊരല്പമെങ്കിലും ശാന്തമായി പെരുമാറാനാണ്, സമാധാനപൂർവമായി എന്നോട് സംസാരിക്കുവാനാണ്, വളരെ ക്ഷമയോടെ എന്നോട് ഇങ്ങോട്ട് പെരുമാറാനാണ്. ഇതുവരെ അതാർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടിയാണ് ഞാൻ പലർക്കും പണം കൊടുക്കുന്നത്. പലരും പക്ഷെ അത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ചോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പലരും വസ്ത്രം വാങ്ങിക്കാൻ, വീട് വയ്ക്കാൻ, ഭക്ഷണം കഴിക്കാൻ, ആഭരണങ്ങൾ വാങ്ങിക്കാൻ, അങ്ങനെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിക്കുന്നു. അതായത് ഞാനത് കൊടുക്കുന്ന അതിനു വേണ്ടിയൊന്നുമല്ല. എനിക്കല്പം ആ ജീവനുള്ള വ്യക്തിയിൽ നിന്നും ഇത്തിരി സമാധാനവും ശാന്തിയൊക്കെ കിട്ടാൻ വേണ്ടി. പക്ഷേ എനിക്കത് കിട്ടുന്നില്ല, പലരിൽ നിന്നും കിട്ടുന്നില്ല. എന്നിട്ടും ഞാൻ പണം ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതിനി ഈ ജീവിക്കുന്ന എൻ്റെ ദേഹം മരണപ്പെട്ടു പോകുന്ന നിമിഷം വരെ ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് എവിടുന്നെങ്കിലുമൊക്കെ ഇത്തിരി ശാന്തി സമാധാനം കിട്ടാനാണ് ഞാൻ പലർക്കും പണം ദാനം ചെയ്യുന്നത്. പക്ഷെ അതെനിക്ക് കിട്ടാറുമില്ല. അപ്പോൾ ഞാൻ എന്നിൽ നിന്നാണത് കൂടുതൽ ആർജിച്ചെടുക്കുന്നത്. മറ്റുള്ളവരിൽ നിന്നും എനിക്ക് കിട്ടാത്തതൊക്കെയും ഞാൻ സ്വയം ശാന്തി സമാധാനമൊക്കെ ഞാൻ തന്നെ ഒരിടത്ത് പോയി ഒറ്റയ്ക്ക് പോയിരുന്നു അനുഭവിക്കാറുണ്ട്. എന്നിലൂടെ പലപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ അങ്ങനെയല്ലേ? ഒരല്പം ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയൊക്കെയുള്ള അല്ലേ ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും ആരാധനാലയങ്ങളിലും ഒക്കെ പോകുന്നത്? അവിടെ ചെന്ന് ഈശ്വരന് മുന്നിൽ എന്ന് പറഞ്ഞ് ചലനമില്ലാത്ത വിഗ്രഹത്തിൻ്റെ മുന്നിലോ മരപ്പാവകളുടെ മുന്നിലോ ഒക്കെ ഇരുന്ന് പൊട്ടിക്കരയാറുണ്ടല്ലേ? ചിലർ മാറി ഒരു മരച്ചുവട്ടിൽ പോയിരിക്കുമല്ലേ? അത് ഞാനും അതെ. മനുഷ്യനെന്ന് ഒരിക്കലും എനിക്കത് കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ കാശ് കൊടുത്ത് വാങ്ങാൻ ശ്രമിക്കുക. അപ്പോഴൊക്കെ തന്നെയും കിട്ടുന്നില്ല. എങ്ങെന്നും കിട്ടാത്തതുകൊണ്ട് കാശ് കൊടുത്ത് കഴിയുമ്പോഴേ അവിടുന്ന് ചീത്തവിളിയാണ് കേൾക്കുന്നത്. കൊടുത്തവർ അത് അനുഭവിച്ചുകൊണ്ട് തന്നെ തെരുവിളിയാണ്, ചീത്തവിളിയാണ്. അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ തിരക്ക് അഭിനയിക്കുക. അങ്ങനെ കുറേ ആളുകളുണ്ട്. എങ്കിലും ഞാൻ ദാനധർമ്മം എന്ന പേരിൽ എല്ലാവർക്കും പണം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ധ്യാനം എന്ന പേരിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എനിക്ക് തന്നെ ഉള്ളിൽ നിന്നും ഒരു പോസിറ്റീവ് വന്നത്. എല്ലാ ആത്മീയ ആചാര്യന്മാരും ഋഷിമാരും സാധാരണ മനുഷ്യരൊക്കെ തന്നെയും അങ്ങനെയാണ് അവരുടെ കാലങ്ങൾ കഴിച്ചു കൂട്ടുന്നത്. ചിലർ സാങ്കല്പിക ലോകത്തേക്ക് പോകും. ചിലർ യഥാർത്ഥ ലോകത്തിൽ ജീവിച്ചു കൊണ്ട് തന്നെ ഒരിടത്ത് ഇങ്ങനെ മിണ്ടാതെ മൗനമായിട്ട് ഇങ്ങനെ ഇരിക്കും. ഞാൻ കാശ് കൊടുത്ത് ശാന്തി സമാധാനം വാങ്ങിക്കാനിരിക്കുക.
പക്ഷെ കിട്ടുന്നില്ലെങ്കിലും ഉടനെ അവരൊക്കെ അവരുടെ ആവശ്യങ്ങൾ നേടുക പണം വെച്ച്. ഇന്ന് വരെ നിങ്ങൾക്ക് ആർക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലേ ഞാൻ എന്തിനാണ് പണം തരുന്നതെന്ന്. പലരുടെയും GPയിലേക്കും വാട്സപ്പിലേക്കും ഒക്കെയും ഞാൻ നിങ്ങളുമായിട്ടൊക്കെ ഉള്ള സംസാരത്തിനാണ് വരുന്നത്. നിങ്ങളിവിടെ വരുമ്പോഴും നിങ്ങളുമായിട്ടൊക്കെയുള്ള കളിച്ചിരികളും തമാശകളും ഒക്കെ അതിനു വേണ്ടിയാണ് ഞാൻ വരുന്നത്. ഹോസ്പിറ്റലൊക്കെ അതിനു വേണ്ടി ഇട്ടേക്കുന്നത്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അറിയില്ല നിങ്ങൾക്ക്, ഞാനായിട്ടത് ഇവിടെ പറഞ്ഞിരുന്നു കേട്ടോ. നന്ദി, നമസ്കാരം. അപ്പോൾ നാഗാദേവി നിങ്ങൾക്ക് എന്തിനാണ് ദാനധർമ്മം നൽകുന്നത്? വെറുതെ ഒന്നുമല്ല ഞാനിതൊന്നും ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ ആ ദാനധർമ്മം തരുമ്പോൾ നിങ്ങളുടെ അടുക്കൽ നിന്നും വരുന്ന ആ പുഞ്ചിരി, ആ എന്നോട് കാട്ടുന്ന ആ നിമിഷമെങ്കിലും കാട്ടുന്ന ആ സന്തോഷ പ്രകടനം ഞാൻ കാണുമ്പോൾ, ഞാൻ അറിയുമ്പോൾ എന്നിലുണ്ടാവുന്നൊരു സന്തോഷമുണ്ട്. അത് ഇത്തിരി നേരമെങ്കിലും ഒന്ന് അറിയാൻ വേണ്ടി തന്നെ, അല്ലാതെ മറ്റൊന്നിനുമല്ല. നന്ദി, നമസ്കാരം.